ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്യോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയപരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്യോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷനറിമാരെ ഒരുക്കുവാൻ മിസ്യോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മെശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെയോ മനയാൽ കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 31, 3-ാം വാക്യം. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. മിസ്യോ പ്രിലിംസിന്റെ 14-ാമത്തെ ബാച്ചിനെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പേര് ചൊല്ലി വിളിക്കുകയും ഈ സമയം അവിടുത്തെ സന്നിധിയിൽ അങ്ങയോടൊപ്പമായിരിക്കുവാൻ കൃപ തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ വരെ ഈ മിസ്യോ ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ള ഓരോ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് അങ്ങേ അനന്ത നന്മയായ അങ്ങയുടെ കാരുണ്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, മിസ്യോ ടീമിന്റെ രക്ഷാധികാരിയായ ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട മാർ ജോയി ആലപ്പാട്ട് പിതാവിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവിന്റെ എല്ലാ നിയോഗങ്ങളെയും എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്യോ ടീമിനെ
വളരെ കരുതലോടെ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലീസ് കുട്ടി ചേച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മറ്റു ടീം അംഗങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ഗ്രൂപ്പിന്റെ നിയോഗങ്ങൾക്കായി ഇന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച പൗലോസ് ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. ഇന്നത്തെ MCയായി ശുശ്രൂഷ ചെയ്യുന്ന സോഫിയയെ, പ്രൊക്ലമേഷനായി കടന്നു വരുന്ന സിസ്റ്റർ മേഴ്സിനായെയും, ടെസ്റ്റിമണി പറയുന്ന ത്രേസ്യാമ്മ ചേച്ചിയെയും, സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യുന്ന ജോജോ ബ്രദറിനെയും, സമാപന സന്ദേശവും ആശീർവാദവും തരുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛനെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവഹിതമനുസരിച്ച് ചെയ്യുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഒന്നാമത്തെ നിത്യസത്യമായ ദൈവസ്നേഹത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാനും ദൈവസ്നേഹത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് അത് പങ്കുവെച്ച് നൽകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പ്രേക്ഷിത വേല ചെയ്യുവാനുള്ള ജ്ഞാനവും കൃപയും ധൈര്യവും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ഏകദൗത്യമായ സുവിശേഷവൽക്കരണത്തിനായി ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ മിസ്സിയോ കൂട്ടായ്മ നടത്തുന്ന പ്രിലിംസ് കോഴ്സിന്റെ 14ാമത് ബാച്ച് 2ാമത്തെ സെഷനിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ഭക്തിസാന്ദ്രമായി ജപമാലയർപ്പിച്ച പൗലോസ് ചേട്ടനും കുടുംബത്തിനും മിസ്സിയോ കുടുംബത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതിരുകളില്ലാത്ത സ്നേഹം എന്ന ഗാനം എപ്പോൾ കേട്ടാലും ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഒഴുകിയെത്തും. ആ അഭിഷേക ഗാനം അതിമനോഹരമായി റൂബി ആലപിച്ചു. നല്ലൊരു പ്രാർത്ഥനയും നടത്തി. ദൈവസ്നേഹം സ്വീകരിക്കാൻ തക്ക വിധം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി. താങ്ക് യു റൂബി. മിസ്സിയോ കുടുംബത്തിന്റെ രക്ഷാധികാരിയും ഷിക്കാഗോ രൂപതയുടെ മെത്രാനുമായ അഭിവന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഈ സെഷനിലേക്ക് ഏറെ സ്നേഹ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോ കുടുംബത്തിലെ എല്ലാ വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് ഇന്ന് ആശീർവാദം നൽകുന്ന സ്നേഹ ബഹുമാന അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിസ്സിയോ കുടുംബത്തിന്റെ സാരഥിയും എല്ലാമായ ആലീസ് ചേച്ചിയെയും എല്ലാ റിസോഴ്സ് ടീം മെമ്പേഴ്സ്, കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ്, ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നവർ, അതുപോലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വചനപ്രഘോഷണത്തിനായി റെവറൽ സിസ്റ്റർ മെർസീനയെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ മേഴ്സീന. ഞാനിപ്പോ ബാംഗ്ലൂര് ഒരു കോൺവെന്റിന്റെ സുപ്പീരിയറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. നമ്മളിപ്പോൾ തുടക്കത്തിൽ വായിച്ചു കേട്ട ആ വചനം തന്നെയാണ് എനിക്ക് ഇന്നും പറയണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ജെറമിയ 31:3 വിദൂരത്ത് നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഈ വചനം എത്രമാത്രം നമ്മൾ ധ്യാനിച്ചാലും അതൊന്നും ആകുകയില്ല എന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തില് കർത്താവ് വിദൂരങ്ങളിൽ നിന്ന് നമ്മെ വിളിച്ച് സ്വന്തമാക്കി ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ഈ മിസ്സിയോ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം നന്ദിയും സ്നേഹവും
നമുക്കുണ്ടായാലും അതൊന്നുമല്ല, എത്ര വർണ്ണിച്ചാലും അത് മതിയാവുകയില്ല എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വ്യക്തിപരമായി നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പല പ്രാവശ്യം ഉരുവിടുകയും അനുഭവിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നവരാണ്. വിദൂരങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്ന ആ അനന്ത സ്നേഹത്തിന്റെ മുൻപിൽ നമുക്ക് നന്ദിയോടെ സ്നേഹത്തോടെ ആയിരിക്കാം. ദൈവത്തിന്റെ സ്നേഹം വ്യക്തമായി ഞാൻ അനുഭവിച്ച വഴികളും അവസരങ്ങളും നിരവധിയാണ്. ഒന്നുമല്ലാതിരുന്ന എന്നെ എൻ്റെ സ്വർഗീയ അപ്പച്ചൻ സ്നേഹിച്ച് വഴി നടത്തി, ഇന്നും വഴി നടത്തി അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ആ ദൈവസ്നേഹം അനുഭവം എന്നെ നിർബന്ധിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലതരത്തിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ വഴി നടത്തും. അത് തിരിച്ചറിയാൻ ഒരുപക്ഷെ നമ്മൾ വൈകിയെന്ന് വരാം. തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ദൈവസ്നേഹം നമ്മെ യാതൊരു തരത്തിലുള്ള തിക്ത അനുഭവങ്ങളിൽ നിന്നും നമ്മെ മാറ്റുകയില്ല. അത്രമാത്രം ശക്തമാണ് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സിസ്റ്റർ ആയതിനു ശേഷവും എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സിനോടൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ എൻ്റെ വിചാരം എന്താ, അവരൊക്കെ എന്നെ സഹായിക്കും, ആശ്വസിപ്പിക്കും, എന്നെ സ്നേഹിക്കും, ഞാനായിരിക്കുന്ന അവസ്ഥ എന്നെ മനസ്സിലാക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ മുഴുവൻ സമയങ്ങളിലും അവർ എന്നെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെ പല സിസ്റ്റേഴ്സും എൻ്റെ ഷെയറിങ് വിഷമങ്ങൾ കേൾക്കുമ്പോൾ അവർ മാറി നിന്ന് വേറെ തരത്തിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അവസാനത്തെ സിസ്റ്ററും എന്നിൽ നിന്നും മാറിപ്പോയപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു, ദൈവമേ എനിക്ക് ആരുമില്ലല്ലോ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം തന്ന ഒരു പ്രചോദനം, ഒരു ശബ്ദം എന്നിലുണ്ടായി. അതായത്, മകളെ, വർഷങ്ങളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു ഈ ഒരു സമയത്തിന് വേണ്ടി. ഞാൻ എപ്പോൾ നിന്റെ അടുത്ത് വന്നാലും നിന്റെ ചുറ്റും ആളുകളുണ്ട്. അപ്പൊ എനിക്ക് നിന്നോട് വ്യക്തിപരമായി സംസാരിക്കാനോ എൻ്റെ സ്നേഹം നീയുമായി പങ്കുവെക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇവരെയൊക്കെ നിന്നിൽ നിന്നും അകറ്റിയത് എന്ന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പിന്നെ അവിടെ കോൺവെന്റിൽ ഒത്തിരി വിഷമമായി. ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം വന്നപ്പോൾ ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കണം എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അധികാരികളിലോട് എനിക്കൊരു അവസരം പിതാവായ ദൈവം തരികയാണ്. 40 ദിവസം ഞങ്ങളുടെ ഒരു കോൺവെന്റില് ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം. ഞങ്ങളെ ലീഡ് ചെയ്യാൻ സിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു ടീമായിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഈ 40 ദിവസവും എൻ്റെ തമ്പുരാന്റെ സ്നേഹം എനിക്ക് 100% അനുഭവിച്ചു അറിയുവാൻ സാധിച്ചു എന്ന് എനിക്കറിയാം. കാരണം എല്ലാവരും എന്നെ കൈവിട്ടപ്പോൾ, എല്ലാവരിലും ഞാൻ ആശ്രയിച്ചപ്പോൾ, അവരുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഓടി നടന്നപ്പോൾ അവിടെയൊക്കെ എനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടായി. പക്ഷേ എൻ്റെ പിതാവായ ദൈവം ആ സ്നേഹത്തിലേക്ക് എന്നെ വലിച്ചടിപ്പിച്ചപ്പോൾ എനിക്ക് വലിയ ശക്തിയും അനുഗ്രഹവും സ്നേഹവും ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ 40ാമത്തെ ദിവസം എന്നെ ലീഡ് ചെയ്ത സിസ്റ്ററിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇനി ഞാൻ ജീവിക്കുന്നത് എൻ്റെ സ്വർഗീയ അപ്പച്ചന് വേണ്ടിയാണ്. എൻ്റെ സ്വർഗീയ അപ്പച്ചന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അത് എനിക്ക് പങ്കുവെക്കണം. ഞാൻ അന്ന് കരിക്മ കോഴ്സ് ഒന്നും കൂടിയിട്ടില്ല. പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തീക്ഷ്ണമായ ആഗ്രഹം വരികയാണ്. അങ്ങനെ ഞാൻ കോൺവെന്റിൽ തിരിച്ചെത്തി. അപ്പോ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറയാം, എനിക്ക് ദൈവത്തെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് വഴി അറിയില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ 9 ആദ്യ വെള്ളിയാഴ്ച താമരശ്ശേരിയിലെ പുല്ലൂരാമ്പാറ ധ്യാന കേന്ദ്രത്തില് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിച്ചത് ഇതാണ്, ദൈവമേ, എനിക്ക് നിന്റെ സ്നേഹം അനുഭവിക്കണം, ഈ സ്നേഹം മറ്റുള്ളവരുമായി എനിക്ക് പങ്കുവെച്ച് ജീവിക്കണം, എനിക്ക് എൻ്റെ ദൈവം, എൻ്റെ സ്വർഗീയ പിതാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു തീക്ഷ്ണമായ പ്രാർത്ഥന എന്നിൽ ഉയർന്നു.
9ാമത്തെ ആദ്യ വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ 9ാമത്തെ ശനിയാഴ്ച, ആദ്യ ശനിയാഴ്ച ഞാൻ തിരിച്ച് കോൺവെന്റിൽ വന്നപ്പോൾ എൻ്റെ പ്രൊവിൻഷ്യൽ എന്നെ വിളിച്ച് പറയുകയാണ്, സിസ്റ്റർ മെഴ്സീന, ഒരു കോഴ്സ് ഉണ്ട്, അതിന് മൂവാറ്റുപുഴ പോണം കോഴിക്കോട് നിന്ന്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ തമ്പുരാൻ എൻ്റെ വലത്ത് കരം പിടിച്ച് എന്നെ നയിച്ചു. 10 ദിവസത്തെ കോഴ്സായിരുന്നു. അന്ന് മുതൽ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ഒരു തീക്കട്ടയായി എൻ്റെ തമ്പുരാൻ, എൻ്റെ പിതാവ് എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തില് ഒരുപാട് സഹനങ്ങളിലൂടെ ദൈവം എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ദൈവസ്നേഹം കൊണ്ട് നിറയാനും ഈ അനുഭവങ്ങളിലെല്ലാം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആഴമായ ഒരു വിശ്വാസം, ആ സ്നേഹാനുഭവം എന്നിൽ ഉണ്ടാകണം എന്ന് എൻ്റെ സ്വർഗീയ പിതാവ് ആഗ്രഹിച്ചിരുന്നു. സങ്കീർത്തനം 27:10 പറയുന്നുണ്ടല്ലോ, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈവിടുകയില്ല. അതെ, 2007 എൻ്റെ അപ്പൻ മരിക്കുകയാണ്, 2008 എൻ്റെ ബ്രദർ മരിക്കുകയാണ്, 2007 എൻ്റെ ബ്രദർ ഇൻ ലോ മരിക്കുന്നു, 2018 എൻ്റെ അമ്മ മരിക്കുന്നു. ഈ 4 മരണങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ ഒത്തിരി ഉലച്ചു. പക്ഷേ ഞാൻ എൻ്റെ തമ്പുരാന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ എൻ്റെ തമ്പുരാൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മകളെ, നിന്റെ സ്നേഹം, എൻ്റെ സ്നേഹം നീ അനുഭവിച്ചറിയുവാൻ ഞാൻ നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയുടെ ഭർത്താവിനെയും തന്നു. പക്ഷേ ഇന്ന് ആ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പറിച്ചു നടുകയാണ്. പക്ഷെ നീ എൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഈ ഒരു വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ തമ്പുരാൻ എൻ്റെ കൂടെ എന്നും ജീവിക്കുന്നുണ്ട്, എന്നെ എന്നും വഴി നടത്തുന്നുണ്ട്. അപ്പോ ഈ മരണത്തിന്റെ അവസ്ഥയിലും, മരണമൊക്കെ പലതും എന്നെ കൂടെ വന്നപ്പോഴും ഒരു സ്വർഗീയ പിതാവിന്റെ സ്നേഹം ഞാൻ അനുഭവിക്കുകയായിരുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഈ ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഒത്തിരി പേര് മരണത്തിന്റെ ദുഃഖത്തിൽ, വേർപാടിന്റെ ദുഃഖത്തിൽ കഴിഞ്ഞവർക്ക് എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് അവരെ വളർത്തുവാനും എന്നെ ദൈവം സഹായിച്ചു. ഇങ്ങനെ എൻ്റെ അപ്പനും അമ്മയും എന്നിൽ നിന്ന് വേർപെട്ടപ്പോഴും ഈ സ്വർഗീയ പിതാവ് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന അനുഭവമാണ് ഈ ദൈവസ്നേഹാനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ ദൈവസ്നേഹാനുഭവത്തിൽ ജീവിക്കുമ്പോൾ വേർപെടലുകളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളൊക്കെ ദൈവം അനുവദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദൈവം ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്, ദൈവസ്നേഹമാകുന്ന സമ്മാനം. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിരാശരായി പോകരുത്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം, നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവസ്നേഹം കൊണ്ട് നമ്മെ എല്ലാവരെയും അവിടുന്ന് പൊതിയട്ടെ എന്ന് ആശംസിക്കുന്നു. അനന്തവും അചഞ്ചലവുമായ ദൈവത്തിന്റെ സ്നേഹം, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന, വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ സിസ്റ്റർ അനുഭവിച്ചു എന്നുള്ളത് വളരെ മനോഹരമായി സിസ്റ്റർ അവതരിപ്പിക്കുകയുണ്ടായി. താങ്ക് യു സിസ്റ്റർ മെർസീന. അടുത്തത് ടെസ്റ്റിമണിയാണ്. അതിനായി ത്രേസ്യാമ്മ ചേച്ചിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ത്രേസ്യാമ്മ ജെയിംസ്, സെന്റ് ജോസഫ് ചർച്ച് നെന്മേനി, താമരശ്ശേരി രൂപത. ഞങ്ങൾക്ക് 3 മക്കൾ. എൻ്റെ ഹസ്ബൻഡ് ദൈവസന്നിധിയിലാണ്. ഞാൻ ഒരു നേഴ്സാണ്. എനിക്ക് 85 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി കിട്ടി. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. പ്രേക്ഷിത പ്രവർത്തനത്തിലേക്കാണ് ഞാൻ തിരിഞ്ഞത്. ഞാൻ എൻ്റെ ഇടവകയിൽ 30 വർഷത്തോളം പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലീഡറായിരുന്നു. അതുപോലെ മതബോധനത്തിന്റെ HM ആയിരുന്നു. മാതൃവേദിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രോഗപീഠകളാണ് എന്നെയും എൻ്റെ മക്കളെയും
പിന്തുടർന്നത്. ഞാൻ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആൻഡ് റുമാറ്റിക് ആർത്രൈറ്റിസ് ഇത് രണ്ടിന്റെയും വിഷമതകളിൽ വലയുകയായിരുന്നു. എങ്കിലും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ഞാൻ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എനിക്ക് ശക്തമായ സന്ധിവേദനകള്, കൂടെ പനി, ദേഹം മുഴുവനും നീർക്കെട്ട്, ശക്തമായ നടുവേദന, വല്ലാത്ത വേദനാജനകമായ ഒരു അവസ്ഥയായിരുന്നു. എങ്കിലും ഞാൻ മരുന്നുകളൊക്കെ അത്യാവശ്യം എടുക്കുകയും എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ആ ദൈവത്തോടൊപ്പം വേദനകൾ സഹിച്ച് സമർപ്പിച്ചും ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയങ്ങളിൽ എൻ്റെ മക്കൾക്ക് 3 പേർക്കും നിരന്തരമായിട്ട് ടോൺസിലൈറ്റിസും പനിയും വന്നുകൊണ്ടിരുന്നു. നേഴ്സിംഗ് പഠിച്ചതുകൊണ്ട് അത്യാവശ്യം മെഡിക്കൽ ഫീൽഡ് ആയിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമായിരുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകാതെ അങ്ങനെ മാനേജ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ദൈവം എന്നോട് പറയുകയാണ്, മോന് റൂമാറ്റിക് ഫീവർ ആണ് എന്ന്. ഞാൻ അതനുസരിച്ച് പീഡിയാട്രിഷ്യനോട് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. എങ്കിലും തമ്പുരാന്റെ ആ സന്ദേശം എനിക്ക് ലഭിച്ചതനുസരിച്ച് ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ റുമാറ്റിക് ഫീവർ ആണ്. റുമാറ്റിക് ഫീവർ ഹാർട്ടിന്റെ വാൽവിനെ അഫക്റ്റ് ചെയ്തെന്നാണ്. അതിന് ശരിയായ ഒരു ട്രീറ്റ്മെന്റും ഇല്ല. ഞാൻ വല്ലാതെ വിഷമിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ തമ്പുരാനെ എൻ്റെ മോന്റെ രോഗം മാറ്റിത്തരണമേ എന്ന്. ഞാൻ മോനെയും കൊണ്ട് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ തന്നെ പനക്കിലച്ഛൻ വിളിച്ച് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, രോഗശാന്തി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പനക്കിലച്ഛൻ വിളിച്ചു പറയുന്നു, ഫ്രാൻസിസ് എന്ന കുഞ്ഞിനെ ദൈവം സുഖപ്പെടുത്തുന്നു എന്ന്. അതിനുശേഷം എൻ്റെ മോന് അസുഖമുണ്ടായിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ വീട്ടിലെത്തുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അക്കൗണ്ടന്റ് ആയിട്ട് സൗദിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പൊ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഹസ്ബൻഡ് സ്പോണ്ടിലോസിസ് ആയിട്ട് വിഷമിക്കുകയാണ്, കൈക്ക് നല്ല വേദനയുണ്ട്, ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുപോലെ തലകറക്കമായിട്ട് ഇന്ന് ജോലിക്ക് പോയില്ല എന്ന്. അപ്പൊ ഞാൻ തമ്പുരാനോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും? വല്ലാത്ത എൻ്റെ വേദന അനുഭവിച്ച് ഞാൻ തമ്പുരാന്റെ കരങ്ങളിലേക്ക് മുഴുവൻ സമർപ്പിച്ചു. എനിക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. ആ സമയത്ത് തന്നെ എനിക്ക് ബ്ലാഡറില് സ്റ്റോൺ ആണെന്ന് കണ്ടെത്തുകയാണ്. ശക്തമായ വേദന അതും അനുഭവിക്കുന്നു. ഇങ്ങനെ രോഗങ്ങൾ എന്നെ വല്ലാതെ പിടികൂടുകയും ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ്. ഞാൻ തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും? എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. എൻ്റെ പ്രായമായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. ഹസ്ബൻഡിന്റെ വീട് ഞാൻ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലാണ്. ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. പരസ്പരം വിളിക്കാനോ ദുഃഖങ്ങൾ പങ്കുവെക്കാനോ ഒരു സഹായം കിട്ടാനോ ഒരു വഴിയുമില്ല. ഞാനും എൻ്റെ ദൈവവും മാത്രം. ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ തമ്പുരാനിൽ ആശ്രയിച്ചു. ഞാൻ എന്ത് ചെയ്യണം തമ്പുരാനെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, നിന്റെ സഹനങ്ങളെല്ലാം തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് നീ പ്രാർത്ഥിക്കുക, നിന്റെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് നീ സമർപ്പിക്കുക എന്ന്. കാരണം ഇടവക വല്ലാത്ത ഒരു ബന്ധനാവസ്ഥയിലാണ് എന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ പ്രശ്നങ്ങൾ ഇടവകയിൽ ഉണ്ടായിരുന്നു. ഞാൻ അപ്രകാരം ഇടവകയുടെ വിടുതലിന് വേണ്ടിയിട്ടും എൻ്റെ ആത്മാക്കളുടെ രക്ഷയ്ക്കുമായിട്ട് എൻ്റെ സഹനങ്ങൾ മുഴുവനും ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മെഡിസിൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ മരുന്നുകളൊക്കെ തന്നെ എടുക്കും, പാരസെറ്റാമോൾ എടുക്കും, ആന്റിബയോട്ടിക് എടുക്കും. അങ്ങനെ എൻ്റെ പ്രേക്ഷിത ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറയുകയാണ്, ഹസ്ബൻഡിന്റെ ആ സ്പോണ്ടിലോസിന്റെ വിഷമതകളൊക്കെ മാറിയെന്ന്. എനിക്ക് ശക്തമായ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മാക്സിമം 2 മണിക്കൂർ കൂടുതൽ എനിക്ക് നിൽക്കാൻ സാധിക്കില്ല, അത്ര വേദന. ആ വേദന തന്നെ മാറി. അതുപോലെ തന്നെ എൻ്റെ ബ്ലാഡറിൽ ഉണ്ടായിരുന്ന സ്റ്റോണ് തനിയെ പോയി. ഒരു ട്രീറ്റ്മെന്റും എടുക്കേണ്ടി വന്നില്ല. എൻ്റെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ച് ശക്തമായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സഹനങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുകയായിരുന്നു എൻ്റെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴെൻ്റെ ഇടവകയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. പലരും എന്നെ വിളിച്ച് നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. അത് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ എൻ്റെ ഈ സമർപ്പണം, സഹനങ്ങൾ സമർപ്പിച്ചപ്പോൾ എല്ലായിടത്തും പതുക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എന്നാൽ എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത പ്രതിസന്ധികൾ വന്നുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ തമ്പുരാൻ അതും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് ആളുകൾ കുറഞ്ഞ് ഞാനും ഒരു സഹോദരനും മാത്രമായി.
അപ്പോൾ ഞാൻ തമ്പുരാനോട് ചോദിച്ചു, ദൈവമേ, എങ്ങനെ ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുന്നോട്ട് പോകും? ഞാനും ആ ഒരു സഹോദരനെ മാത്രമായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് നിർത്തരുതെന്ന് ശക്തമായ പ്രേരണ എനിക്ക് കിട്ടുന്നുമുണ്ട്. ഞാനിങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, കൊളുത്തുവേൽ ധ്യാന കേന്ദ്രത്തിന്റെ സ്ഥാപകനും ആത്മീയ ഗുരുവുമായ ബഹുമാനപ്പെട്ട CJ വർഗീസൻ എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞയച്ചു, പ്രാർത്ഥന നിർത്തിക്കളയരുത്, ഞാൻ കൂടുതൽ ആളുകളെ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുമെന്ന്. എന്ന് പറഞ്ഞ 40 ദിവസത്തേക്കുള്ള ഒരു പ്രാർത്ഥനയും എനിക്ക് തന്നു. ഞാൻ ആ 40 ദിവസം അതുപോലെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിയുമ്പോഴാണ് പിതാവിന്റെ നിർദ്ദേശം വരുന്നത്, എല്ലാ ഇടവകകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് സജീവമാക്കണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് സജീവമാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയപ്പം എന്നെ തന്നെ വീണ്ടും ലീഡറാക്കി. അങ്ങനെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പും സജീവമായി. പക്ഷെ പ്രതിസന്ധികൾ വലിയ രീതിയിൽ വരുന്നുണ്ട്. പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ വരുന്ന തടസ്സങ്ങളും എൻ്റെ എല്ലാ സഹനങ്ങളും എനിക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും ഞാൻ തമ്പുരാൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് ഞങ്ങള് പ്രാർത്ഥന നടത്തുന്ന വെള്ളിയാഴ്ച 3 മണിക്കാണ്. അത് കരുണയുടെ സമയമാണ് 3 മണി. വെള്ളിയാഴ്ച 3 മണി പിശാചുക്കള് അതധികം വെപ്രാളം പിടിക്കുന്ന വലിയൊരു സമയമാണെന്ന് കൃത്യം അറിയാതുകൊണ്ട് ഒരുപാട് വിടുതലും ഒക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ആ 3 മണി സമയം ഞങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് കരുണക്കൊന്തയും ജപമാലയും ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന് വലിയ ഫലം കിട്ടുമെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അനുഭവം കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തില് കൗൺസിലിങ്ങിന് പോകുന്ന ഒരു സഹോദരൻ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള 2 സഹോദരിമാരെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് വെള്ളിയാഴ്ച ദിവസം നടത്തണ്ട, ഞായറാഴ്ച നടത്തിയാൽ മതി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസം, വെള്ളിയാഴ്ച നടത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അത് തമ്പുരാനിൽ നിന്നുള്ള ഒരു സന്ദേശം അല്ലായല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ എന്താ പറയാ, സഹോദരിമാരോട് പറഞ്ഞയച്ചു. നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് 93 മെയ് 18-ാം തീയതി ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന് തുടങ്ങിയതാണ്. അത് ദൈവഹിതപ്രകാരം ക്ലിയനാനി അച്ഛനാണ്, ജെയിംസ് ക്ലിയനാനി അച്ഛന് തുടങ്ങിയതാണ്. ദൈവഹിതപ്രകാരം തുടങ്ങിയ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ദിവസമോ സമയമോ മാറ്റാൻ നമുക്ക് അധികാരമില്ല എന്ന് മാത്രം പറഞ്ഞയച്ചു. എന്നിട്ട് ഞങ്ങൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. വീണ്ടും ശക്തമായ പ്രതിസന്ധികൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇടവകയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. വ്യക്തികളിൽ മാനസാന്തരങ്ങൾ വരാൻ തുടങ്ങി. ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കുടുംബങ്ങളിലേക്ക് ഒരുപാട് മാനസാന്തരങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഞങ്ങള് ആ മാനസാന്തരത്തിന്റെ ഒരു അനുഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സഹനങ്ങളുടെ സമർപ്പണം ഈശോ അനുവദിച്ചതിലൂടെ പിശാചിന്റെ ആ ഒരു ആധിപത്യം പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് പിശാചി പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ സമയത്ത് ആ വിഷമാവസ്ഥയിലാണ് ഞാൻ പാലക്കാട് സീനായി ധ്യാന കേന്ദ്രത്തിൽ ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു, എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കോ അച്ഛാന്ന് ചോദിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച ഉടനെ എന്നോട് ചോദിച്ചു, എന്താ ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് നേഴ്സാണെന്ന് പറയാനാണ് എനിക്ക് തോന്നിയത്. ഞാൻ നേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതൊന്നുമല്ല, ഒരു വലിയ സ്ഥാനം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, തമ്പുരാന് നമ്മുടെ സഹനങ്ങൾ മുഴുവനും തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന്റെ ആധിപത്യം കൈവിട്ടു പോവുകയാണെന്നും തമ്പുരാന് മക്കളെ കിട്ടുകയാണെന്നും തമ്പുരാന്റെ കൈകളിലേക്ക് മക്കൾ വന്നു ചേരുകയാണെന്നുള്ള ഒരു ബോധ്യമാണ് എനിക്കപ്പോൾ മനസ്സിലായത്. എൻ്റെ ഈ സഹനാവസ്ഥയിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ ദൈവം മാത്രമല്ലാതെ മറ്റാരും എനിക്ക് സഹായത്തിനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്നെ മാറ്റുകയായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഞാനെങ്കിലും അവിടെ 9 മക്കളുണ്ടെങ്കിലും എല്ലാവരും ജോലിക്കായിട്ട് പല സ്ഥലത്താണ്. പ്രായമായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ വിഷമതകൾ ഒരാളോട് പോലും പറയുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മറിച്ച് ഞാൻ എല്ലാം പറയുന്നത് എൻ്റെ ദൈവത്തോടാണ്. എൻ്റെ ദൈവം
എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ദൈവവും മാത്രം എന്ന ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയപ്പോഴാണ് ദൈവസ്നേഹം ഞാൻ പൂർണ്ണമായും അനുഭവിച്ചറിഞ്ഞതും അങ്ങനെ ദൈവം പറയുന്നതനുസരിച്ച് സഹനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആ സഹന ജീവിതത്തിൽ ഒരുപാട് അഭിഷേകം സ്വീകരിക്കുവാനും എനിക്ക് ഇടയായിട്ടുള്ളത്. എൻ്റെ ഈ ദൈവസ്നേഹ അനുഭവം പങ്കുവെക്കാനായിട്ട് എനിക്ക് അവസരം നൽകിയ മിസ്സിയ കുടുംബത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എനിക്കുള്ള എപ്പോഴും എൻ്റെ സ്നേഹിക്കുന്ന ഒരു തിരുവചനമാണ്, എഫ്രായിം നീ എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കൂട്ടൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ത്രേസ്യാമ്മ ചേച്ചി. വ്യക്തിപരമായി ദൈവം നമ്മെ ഓരോരുത്തരെയും എത്രമാത്രം അറിയുന്നു, സ്നേഹിക്കുന്നു, അതുപോലെ നമ്മുടെ സഹനങ്ങൾ എങ്ങനെ രക്ഷാകരമാക്കി മാറ്റാം, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വ്യക്തമായ പ്ലാനും പദ്ധതിയും ഓരോ ആളുകളെ കുറിച്ചും ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ഹൃദയസ്പർശിയായ രീതിയിൽ ത്രേസ്യാമ്മ ചേച്ചി നമുക്ക് വിവരിച്ചു തന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ അതിരുകളില്ലാത്ത ആ സ്നേഹം രുചിച്ചറിയുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി ദൈവസ്നേഹത്തെ കുറിച്ചുള്ള സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. അതിനായി ജോജോ തോമസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മള് സിസ്റ്റർ മേഴ്സിനായിലൂടെയും ത്രേസ്യാമ്മ ചേച്ചിയിലൂടെയും ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, നമ്മളിലൂടെ ബാക്കിയുള്ളവരിലേക്ക് ദൈവസ്നേഹം എങ്ങനെ പകർന്നു കൊടുക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതും കണ്ടുപിടിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളെയും, അവരെ മാത്രമല്ല നമ്മൾ ഓരോ വ്യക്തികളെയും ദൈവം എത്രയായിട്ട് സ്നേഹിക്കുന്നു, നമ്മളിലൂടെ ദൈവത്തിന് എത്രയോ മനുഷ്യരിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ചാൽ എന്താണ് കാരണം? കാരണം ദൈവം സ്നേഹം മാത്രമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. കാരണം ദൈവം സ്നേഹം മാത്രമാണ്. ഈ സ്നേഹം നാം അനുഭവിച്ച് പങ്കുവെച്ച് ദൈവ കുടുംബമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ സ്നേഹം നാം അനുഭവിച്ച് ആദ്യമായി നമ്മൾ അനുഭവിക്കണം. ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടു, സിസ്റ്ററിന്റെ കാര്യത്തിലും ത്രേസ്യാമ്മ ടീച്ചറിന്റെ കാര്യത്തിലും കണ്ടു. അവരാദ്യം അനുഭവിക്കണം. അനുഭവിച്ചതിന് ശേഷം അവർ ആ സ്നേഹം പങ്കുവെച്ച് ദൈവത്തിൻ്റെ ഒരു കുടുംബമായിട്ട്, പിതാവുള്ള നമ്മൾ സഹോദരരായിട്ട് വർത്തിക്കുന്ന ഒരു കുടുംബമായിട്ട് നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം അതിലേക്ക് ദൈവത്തിൻ്റെ ആ ലവ് ലെറ്റർ എന്നുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഒന്ന് കടന്നു തരും. ആദ്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ആദത്തിൻ്റെ ഹവ്വയെയും ദൈവസ്നേഹത്തിൽ നമ്മളെ സൃഷ്ടിച്ച്, നമ്മളെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കാം, നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ പറുദീസയിലാക്കിയ ദൈവം. എന്നാൽ പാപം ചെയ്ത് അവരെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ വീഴ്ചകളും തള്ളിക്കളയാത്തൊരു സ്നേഹം. നന്മതിന്മയുടെ ഫലം ഭക്ഷിച്ച ആദ്യ മാതാപിതാക്കൾ കൈനീട്ടി നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടെ ഭക്ഷിച്ച് നിത്യനാശിലാകാതിരിക്കാൻ ഏദനിൽ നിന്ന് അവരെ പുറത്താക്കി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം അവരെ ഏദനിൽ നിന്ന് പുറത്താക്കുന്നത് ശിക്ഷിക്കുവാനല്ല, പിന്നെയോ രക്ഷിക്കുവാനും രക്ഷിക്കപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അവരെ നിത്യനാശത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനും വേണ്ടിയിട്ട് ഒരു താൽക്കാലികമായി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്കാണ് അവരെ പാരഡൈസിൽ നിന്ന് ദൈവം മാറ്റി നിർത്തുന്നത്. ഇനി നമ്മൾ മുന്നേക്ക് പോകുമ്പോൾ നമുക്കറിയാം എബ്രാഹത്തിനെ ദൈവം എത്ര സ്നേഹിച്ചിരുന്നു, ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നാൽ ആ കഥയിലുള്ള പലപ്പോഴും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വം ഹാഗാർ, അല്ലേ? ഒരു ദാസിയാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അല്ലാതെ ഒരു കൊച്ചിനെ ഉണ്ടാകുന്നെന്ന് വേണേൽ നമുക്ക് പറയാം. പക്ഷേ ആ ഹാഗാർ അഹങ്കാരം നിമിത്തം സാറായിയുടെ അടുത്ത് മോശമായി പെരുമാറുകയും അങ്ങനെ സാറ തിരിച്ചു അത് തന്നെ പെരുമാറുകയും ചെയ്ത് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മരുഭൂമിയിൽ വെച്ചിട്ട് ദൂതൻ അവളോട് ചോദിക്കുകയാണ്, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു?
ദൂതനത് ചോദിക്കുമ്പോൾ സാറായിക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ദൈവം എല്ലാം അറിയുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നു. അങ്ങനെ അറിയുന്ന ദൈവമാണ് ഹാഗാറിനോട് പറയുന്നത്, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു, നീ ഒരു ജനതയുടെ അമ്മയാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നീ സാറായുടെ അടുത്തേക്ക് പുറത്തോട്ട് പോകാൻ പറയുന്നു. അപ്പോൾ ദൈവം എന്നെ എല്ലാം അറിയുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഹാഗാർ ആ ഇറങ്ങിപ്പോയി വീട്ടിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുകയാണ്. നമ്മുടെ ഒരു അവസ്ഥയിലാണെങ്കിൽ തന്നെ നമ്മൾ എത്ര അടിമത്തത്തിലാണേലും, എത്ര പാപത്തിന്റെ അവസ്ഥയിലാണേലും, അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ദൈവം നമ്മളെ അറിയുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇതിൻ്റെ ഒരു മനോഹരമായ ഒരു ബൈബിൾ രചിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പൂർവ്വ ജോസഫിനെ വ്യക്തിപരമായി അറിയുന്ന സ്നേഹിക്കുന്ന ദൈവം. നമുക്കറിയാം, ജോസഫിനെ പൊട്ടക്കിണറ്റ് തള്ളിയിട്ടു, അടിമത്തിലേക്ക് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൽ കൂടെ ഒന്നും മോശം വരാനില്ല അല്ലേ? അവിടെ പോയി ഒന്ന് രക്ഷപ്പെട്ട് പച്ച പിടിച്ചു വരുമ്പോൾ ഇതാ വരുന്നു, ജയിലിൽ കിടക്കുന്നു. എന്നാൽ അവിടുന്ന് എല്ലാം ദൈവം ജോസഫിനെ ഉയർത്തി, ഫറവോയുടെ ഒറ്റ കൈയായിട്ട് ഉയർത്തി, ഈജിപ്തിന്റെ മൊത്തം സ്ഥാനപതിയായിട്ട്, ഈജിപ്തിനെ മുഴുവൻ സകല ദേശത്തിനെയും ആ വരുന്ന വലിയൊരു വറുതിയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തിന്റെ ഒരു വ്യക്തിയായി മാറ്റി നിർത്തിക്കൊണ്ട് ജോസഫിനെ ആരൊക്കെ തള്ളിപ്പറഞ്ഞോ അവരെയെല്ലാം, അവരുടെ ബ്രദേഴ്സിനെ എല്ലാം മുന്നിൽ കൊണ്ടുപോയി മുട്ടുകുത്തി നിർത്തി ദൈവത്തിന്റെ സ്നേഹവും അധികാരവും ജോസഫ് പൂർണ്ണമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരരോട് ആ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ജോസഫ് പറയുവാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചതാണ്. ഉൽപ്പത്തി 45:7. അപ്പോൾ നമുക്ക് ആ മനോഹരമായ ആ ഒരു ഉൽപ്പത്തിയിലെ കഥ എന്ന് നമുക്ക് വിളിക്കാം. അത് കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസഫിനെ സ്നേഹിക്കുന്ന ദൈവം, എന്നാൽ ജോസഫിന്റെ ബ്രദേഴ്സിനെ അതുപോലെ സ്നേഹിക്കുന്ന ദൈവം, ഇവർക്കെല്ലാം ദൈവം അവസാനം വരുത്തി വെക്കുന്ന കാര്യം ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമാണ്. ഒരു മിനിറ്റ്, പുള്ളിക്ക് ദൈവസ്നേഹത്തിന്റെ ഇതായിട്ട് പുള്ളിക്ക് ഒരു നീന്തലിന്റെ ഗോഗിൾ ഇപ്പൊ കിട്ടിയ എന്നെ ഭയങ്കര സന്തോഷത്തിൽ ഓടിയുന്ന കേട്ടോ. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ ദൈവസ്നേഹം അവൻ അനുഭവിക്കുന്ന കാര്യമാണ്. അവന്റെ നീന്തലിന്റെ ഗോഗിള് ഇപ്പൊ അവൻ എത്തിയെന്നുള്ളതാണ്. പുള്ളി വലിയ കാര്യമായിട്ട് നീന്തൽ പഠിക്കാൻ പോവാണ്. ഇനി അടുത്തായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ മോശയെ നന്നായി അറിയുന്ന ദൈവം. അപ്പൊ ഈ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന മോശയെ ഈജിപ്തുകാരെ വിളിക്കാൻ വേണ്ടി, ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ വേണ്ടി മോശയെ വിളിക്കുന്ന ദൈവം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശ എന്നോട് പറഞ്ഞു, അതൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങ് എൻ്റെ കൂട്ടത്തിൽ വരണം. ആലോചിച്ച് നോക്കി, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിനെയാണ് മോശ പറയുന്ന, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂട്ടത്തിൽ ഫുൾ ടൈം ഉണ്ടായിരിക്കണം. അപ്പോൾ കർത്താവ് മോശയോട് പറയാണ്, പുറപ്പാട് 33:17, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. മോശ എന്തൊക്കെ ചെയ്തിരുന്നു, മോശ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മോശയ്ക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. അതേ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടക്കുന്ന, പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവം മരുഭൂമിയിലൂടെ, നമ്മൾ ഓർക്കണം, എൻ്റെ സ്വഭാവം പോലെ തന്നെയാണ്, മറുതലിക്കുന്ന സ്വഭാവമാണ് ഇസ്രായേലിന്റെ സ്വഭാവം അല്ലേ? മേഘസ്തംഭം, അഗ്നിസ്തംഭം, പാറയിൽ നിന്ന് ജലം, കാടപ്പക്ഷി, മന്ന, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നൽകി 40 വർഷമാണ് അവരെ ദൈവത്തിന്റെ ഡയറക്റ്റ് സാന്നിധ്യത്തിലൂടെ, ദൈവത്തിന്റെ ഡയറക്റ്റ് പ്രസൻസോടെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പുറപ്പാട് 16:35 ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നവരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിലെത്തുന്നവരെ മന്നയാണ് അവർ ഭക്ഷിച്ചത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മരുഭൂമി അനുഭവങ്ങളിലും, ഇപ്പം തന്നെ നമ്മൾ 2 പേരുടെ വ്യക്തിത്വത്തിൽ കണ്ടാണ്, എല്ലാ മരുഭൂമി അനുഭവങ്ങളിലും ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ട്, ദൈവം നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവം നമ്മളെ പരിപാലിക്കുന്നു. ഇനി ജോഷുവയുടെ കാനാൻ ദേശത്തേക്ക് എത്തുമ്പോൾ ജോഷയുടെ ഡ്യൂട്ടി എന്നാ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഓൾറെഡി താമസിക്കുന്ന ആളെ എല്ലാവരെയും അവരെ കീഴ്പ്പെടുത്തി 12 ഗോത്രങ്ങൾക്ക് വേണ്ടി വിഭജിച്ചു കൊടുക്കണം. ഇത് നല്ല തലവേദന പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ജോഷുവോട് പറയാണ്, നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ദൈവം അഷറിയാണ്, നീ പേടിക്കണ്ട,
നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല ആർക്കും. കാരണം ഉറപ്പായിട്ട് ജോഷയുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിരിക്കും, ഞാൻ ഇവരെ എല്ലാം കൂടി എങ്ങനെയാണ് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ പറ്റുന്നത്. ദൈവം പറയുന്നത്, നീ അല്ല കീഴ്പ്പെടുത്താൻ പോകുന്നത്, ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ഇനി മുന്നോട്ട് പോകുമ്പോൾ യോന പ്രവാചകന്റെ പുസ്തകത്തിൽ 4:2 നമ്മൾ കാണുന്നുണ്ടത്. യോനെ നമുക്കറിയാമല്ലോ, യോനയോട് പറയുന്നു, നിനവയിൽ പോയിട്ട് നിനവയ്ക്കെതിരെ പ്രവചിക്കണം, നിനവ നശിപ്പിക്കപ്പെടാൻ പോവുകയാണെന്ന് പ്രവചിക്കുന്ന പുള്ളി ഇത് കേട്ട ഉടനെ താർശീശിലേക്ക് ഓടുന്നു. മത്സ്യത്തിന്റെ ഉള്ളിൽ പുള്ളി ദൈവം അവനെ എടുത്തുയർത്തിക്കൊണ്ട് നിനവയിലിടുന്നു. നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിനവയിൽ പോയിട്ട് പുള്ളി പ്രവചിക്കുകയാണ്, 40 ദിവസത്തിനകം നിനവെ നശിക്കപ്പെടും. ഇതാണ് 3-ാം അധ്യായത്തിൽ അവസാനം നിൽക്കുന്നത്. എന്നാൽ അനുതപിച്ച ആ നഗരത്തിനെതിരെ, ആ നഗരത്തിന് ഈ ദൈവം അവരെ ശിക്ഷിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. ശിക്ഷ മുഴുവൻ പിൻവലിക്കുമ്പോൾ ഇതെല്ലാം അറിയാവുന്ന യോനയ്ക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്ന കാര്യമാണ്, ഇത് തന്നെയല്ല ഞാൻ ആദ്യം പറഞ്ഞേ, ദൈവമേ അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ആദ്യം നിൽക്കാൻ ചേരുന്നത്. ഇതാണ് 4-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളോട് ദൈവം നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുന്ന ഒരു കാര്യം, ദൈവം ദയാലുവാണ്, കാരുണ്യവാനാണ്, ക്ഷമാശീലനാണ്. ദൈവത്തിന്റെ ക്ഷമയില്ലായിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പൊ ഏതവസ്ഥയിലായിരുന്നേനെ. സ്നേഹനിധിയാണ്, ശിക്ഷിക്കുന്നതിൽ വിമുഖനാണെന്ന് നമ്മൾ അറിയണം. ഈ ഇത്രയും വരെ നമ്മൾ കണ്ടത് ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും ബൈബിളിൽ നമുക്ക് പല ഒരു ചരിത്രത്തിൽ കൂടെ ദൈവം സ്നേഹിച്ച് പരിപാലിച്ചു വരുന്നതാണെങ്കിൽ, നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യേണ്ട, ഈ സമയത്ത് നമ്മൾ നിർത്തി ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? വിശുദ്ധന്മാര്, ഒരിക്കലും പാപം ചെയ്യാത്തവർ, അല്ലെങ്കിൽ ഒത്തിരി നന്മ ചെയ്യുന്നവർ, അല്ലല്ലോ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവർ, പാപികളെ, ഇങ്ങനെ പല മറുപടികൾ നമുക്കുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥകളിൽ കൂടെ എല്ലാം നമ്മളും കടന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. ദൈവം എപ്പോഴാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? അത് ജെറമിയ 31:3 വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. നീ ആരാണെങ്കിലും, നീ എന്തവസ്ഥയിലാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും. എനിക്ക് നിന്നുള്ള സ്നേഹം അനന്തമാണ്, കാരണം ഞാൻ ദൈവമാണ്. ഐ ആം വാട്ട് ഐ ആം. ഞാൻ ആദ്യം എനിക്ക് മാറ്റമില്ലാത്തവനാണ്. നിന്നോടുള്ള വിശ്വസ്ത അചഞ്ചലം. നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, എൻ്റെ 4-ാം വർഷമാണ്, ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പം 2 ജോലി കിട്ടിയ, ഒന്ന് സീമൻസിലും ഒന്നിവിടെ, ഞാനിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ബാങ്കിലാണ്. അവിടുത്തെ 2 ജോലിയൊക്കെ കിട്ടി, എല്ലാം നല്ലതാന്ന് തോന്നുന്നു. പക്ഷേ 4-ാം വർഷം കുറെ പേപ്പറുകൾ പാസ്സാകാനുണ്ട്. ഇതൊക്കെ പാസ്സായി മാത്രമേ ഈ ജോലി കിട്ടത്തുള്ളൂ. അതെങ്ങനെയൊക്കെ രാത്രിയിലും പകലൊക്കെ ഇരുന്ന് പഠിക്കാം. പക്ഷെ അവസാനം ഒരു പേപ്പറുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു പേപ്പർ. അത് സാറുമാരാരുമില്ല പഠിപ്പിക്കാൻ. കാരണം ഞങ്ങൾക്ക് അവിടെ സാറുമാർ വളരെ കുറവാണ്. എല്ലാവരും ജോലി കിട്ടി നല്ല ജോലിയിലേക്ക് പോകുന്നുണ്ട്. ഒന്നും അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിൽ എനിക്കാണെങ്കിൽ കാണാപ്പാടം പഠിക്കാൻ പറ്റത്തില്ല. ഈ പേപ്പർ മുഴുവൻ കാണാപ്പാടം പഠിക്കേണ്ട പേപ്പറാണ്. അങ്ങനെ സാധാരണഗതി നാളെ ഒരു എക്സാമാണ്, ഞങ്ങളൊരു ഉച്ചയ്ക്കൊരു 8-9 മണിയാകുമ്പോഴത്തേക്കും, രാത്രി 8-9 മണിയാകുമ്പോൾ പകുതിയെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. വളരെ പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ വളരെ ഇത് കുറവാണ്. പക്ഷെ ഞങ്ങളെ പോലെ അറ്റ്ലീസ്റ്റ് പകുതിയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഒരു 3-ൽ 2 പഠിച്ചിട്ടുണ്ട്. ഇതൊരു 8 മണി 8:30 ആയപ്പോഴത്തേക്കിന് ഞാൻ പഠിക്കേണ്ട ഒരു 20% പോലും എത്തിയിട്ടില്ലെന്നുള്ളതല്ല, എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ വ്യക്തമായി. ഞാനും കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി, ഇത് മിക്കവാറും ഇത് പാസ്സാകുകയില്ല. ഒത്തിരി നാൾ കൂടി ഞാൻ ദൈവമേ എന്ന് ഉള്ളിൽ നിന്ന് വിളിച്ചു. ഒരു 9-9:30 ആയപ്പോൾ കൂട്ടുകാരൻ ഓടി ഒന്ന് പറയടാ, ഭയങ്കര ശക്തമായ മഴ, ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ശക്തമായ മഴ കാരണം നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാനങ്ങൾക്ക് അവധിയാണ്. പരീക്ഷകളെല്ലാം മാറ്റിവെച്ചു. അങ്ങനെ ആ പരീക്ഷ മാറ്റിവെച്ചു. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ആ പരീക്ഷ നടത്തി. ആ സമയത്ത് കുറെ കൂടെ പഠിക്കാൻ സമയം കിട്ടി. കുറെ കൂടെ സാറുമാരെയൊക്കെ കൺസൾട്ട് ചെയ്ത് ഞാൻ ആ പരീക്ഷ എഴുതുകയും പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന, ഞാൻ തിരിഞ്ഞു നോക്കുന്ന ഒരു കാര്യം, ഞാൻ ദൈവവുമായിട്ട് അത്ര അടുത്തു എന്നുള്ളതല്ല. ദൈവം, ഞാൻ ഏതവസ്ഥയിലാണേലും ദൈവം എന്നെ പരിപാലിക്കുന്നു, എന്നെ വഴി നടത്തുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത്.
എല്ലാ മനുഷ്യരെയും വ്യക്തിപരമായിട്ട് അറിയുന്ന കാണുന്ന ദൈവം. നമ്മൾ ഇത്ര നേരം ഒരു പൊതുവായ സ്നേഹമാണെങ്കിൽ നമ്മൾ ഇനി വ്യക്തിപരമായ ഒരു സ്നേഹത്തിലേക്ക് കിടക്കുകയാണ്. കാരണം ദൈവസ്നേഹം വ്യക്തിപരമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. എനിക്ക് രൂപം ലഭിക്കുന്ന സങ്കീർത്തനം 139:16 പറയുന്നു, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ ഒരു സമയത്തിനെ കുറിച്ച് ദൈവം വർഷങ്ങൾക്ക് മുമ്പ് കാണുന്നുണ്ട്. ഇന്ന ഒരാൾ ജോജോ ക്ലാസ് എടുക്കും, നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സിൽ കാണും. എന്നാൽ അതിനും മുമ്പുള്ള കാര്യങ്ങൾ, ഇന്നയാള് ഇന്ന അപ്പൻ്റെ മോനായിട്ട് ജനിക്കാൻ പോവുകയാണ്, ഇന്നടത്ത് ജനിക്കാൻ പോവുകയാണ്, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അനാദി കാലം മുതലേ ഈ വ്യക്തിയെ, നമ്മൾ ഓരോരുത്തെയും ദൈവം കാണുന്നു. ആ കണ്ണുകൾ എന്നെ കണ്ടുകൊണ്ടു അന്നോട്ട് എന്നെ സ്നേഹിക്കുന്നു. ദൈവപിതാവിൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ സ്നേഹം. ദൈവം എന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്താൻ തക്കവിധം നമ്മെ സ്നേഹിക്കുന്ന ദൈവം. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏശയ്യ 49:16 തൻ്റെ പ്രേമലേഖനത്തിൽ ദൈവം പറയുന്നു, എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഓർക്കും അതൊക്കെയാണ്. പക്ഷെ ദൈവസ്നേഹം എപ്പോഴും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും, അല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഡയറക്റ്റായിട്ട് ഞാൻ ദൈവസ്നേഹം അനുഭവിക്കുന്നില്ല. അപ്പൊ ആ സമയത്തൊന്നും ദൈവമില്ല എൻ്റെ ജീവിതത്തിൽ. എന്നാൽ നമുക്കറിയാം, ദൈവത്തിന്റെ പ്രകൃതികൾ പഠിക്കുമ്പോൾ, ഒന്ന്, ദൈവം സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. ഈ റൂമിലുണ്ട്, നിങ്ങളുടെ റൂമിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ, കർത്താവാണ് ഇത് ചോദിക്കുന്നത്. ജെറമ്യ 23:24 പറയുന്നു. അപ്പം ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് നമുക്കിപ്പോൾ ഭൂമിയിൽ അനുഭവിക്കാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ വഴിയാണ് നമ്മൾ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്, അല്ലേ? അപ്പൊ എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത്? കരങ്ങളെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് മുത്തം നൽകി ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിലും അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഏശയ്യ 49:15 നമുക്കറിയാലോ, അമ്മമാരെ എത്ര കാര്യമായിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ഒരു 1% അമ്മമാരും ബാക്കി വെച്ചാൽ ബാക്കി എല്ലാ 99% അമ്മമാരും മക്കളെ സ്നേഹിക്കുന്ന, അല്ലേ? അതാണ് അൾട്ടിമേറ്റ് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ അമ്മയേക്കാൾ നമ്മളോട് സ്നേഹിക്കുന്ന ദൈവം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പൊ ആ റൂബി ചേച്ചിയുടെ പാട്ടിനകത്തുണ്ടല്ലോ, പിന്നെ അടുത്ത ചാൻസുകളിൽ വരികയാണ്, അമ്മ എന്നെ മറന്നാലും, മുന്നോട്ട് പോവുകയാണ് അത്, അല്ലേ? ഈ വചനങ്ങളാണ് ആ പാട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ഹോസിയ 11:3 ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്ത് സ്നേഹിക്കുന്ന ദൈവം. ഏശയ്യ 40:11 അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. അതാണ് അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു, എന്നെയോ മനയായി കരുതുന്നു. അപ്പൊ അതെല്ലാം അടുത്ത പാട്ടുകളിൽ പറയുന്ന ഇതേ ലൈൻസ് ആണ്. അപ്പൊ ആ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, എനിക്ക് നേരത്തെ ദൈവസ്നേഹം ഇങ്ങനെ പറഞ്ഞു കേട്ടേ പരിചയമുള്ളായിരുന്നു. പക്ഷെ ഈ മിസ്സിയോ കോഴ്സിന്, ഈ ഓൺലൈൻ കോഴ്സിന് ശേഷം ഞാൻ നിങ്ങളെപ്പോലെ ഡീസൻ്റ് ആളൊന്നുമല്ല. ഞാൻ പലപ്പോഴും പകുതി ഇരുന്ന് ഉറക്കമൊക്കെ, എന്നുള്ള സത്യം പറയണം കേട്ടോ, പകുതിയൊക്കെ ഇരുന്ന് ഉറങ്ങുമൊക്കെ കഴിഞ്ഞാൽ അവസാനം മെൻറ്ററൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കുറേ കൂടി ഒരു ബോധ്യങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ കിട്ടിയത്. അതിൻ്റെ ഒരു ഫയറിൽ ഞാൻ പോയിട്ട് താമസിച്ചുള്ള കോഴ്സ് കൂടി കഴിഞ്ഞ് ശരിക്കും ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ കിട്ടി. ശരിക്കും അങ്ങോട്ട് ദൈവ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ രാവിലെയൊക്കെ ഇരുന്ന് നമുക്ക് പേഴ്സണൽ പറയേണ്ട സമയത്ത്, ഇവർ രാവിലെ ഇരിക്കണത് തന്നെയല്ലേ, എപ്പോഴാണെങ്കിലും ഒന്ന് കണ്ണടച്ചൊന്ന് ദൈവത്തിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റും നമ്മുടെ ഹൃദയത്തിൽ. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ വ്യക്തിപരമായ സ്നേഹം, ദൈവം എന്നെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാ വ്യക്തികളും എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കുന്നു. ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു.
ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ദൈവം എന്ന വ്യക്തി, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നതിലുപരി എന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. ദൈവം അൺകണ്ടീഷണൽ ലവ് ആണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാനൊരു ഹ്യൂമൻ രീതിയിൽ അതിനെ കാണുന്നതുകൊണ്ട് എനിക്ക് പല കണ്ടീഷൻസ് ഞാൻ വെക്കുന്നുണ്ടെങ്കിലും ദൈവം എന്നെ യാതൊരു വ്യവസ്ഥയില്ലാതാണ് സ്നേഹിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് പല കാര്യങ്ങളും ഇഷ്ടമില്ല. ഇപ്പം എനിക്ക് രാവിലെ കുർബാനയ്ക്ക് പോകാൻ 9 മണിക്ക് എത്ര മണിക്ക് കുർബാനയ്ക്ക് പോയാലും ഞങ്ങൾ അവസാനം എനിക്ക് 4 കുട്ടികളാണ് ഇവിടെ. അതൊന്നും ഒരു ന്യായമല്ല. അവസാനം എല്ലാവരും കൂട്ടി ഒരു മിനിറ്റ് 30 സെക്കൻഡെങ്കിലും ലേറ്റായിട്ട് അവിടെ എത്താൻ പറ്റുന്നുള്ളൂ. ഇതെൻ്റെ ബലഹീനതയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ അവസ്ഥ എനിക്കിഷ്ടമില്ല. പക്ഷേ ഈ അവസ്ഥയിലും ദൈവം എന്നെ സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ഈ അടുത്ത കാലത്താണ് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് തരുന്നത്. എനിക്കുള്ള ദൈവസ്നേഹം പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ബാക്കിയുള്ളവരെ ദൈവം എന്തായാലും സ്നേഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളും ഒത്തിരി അത് ശരിക്കൊരു ഉത്തേജനമായിട്ട് വരാറുണ്ട്. ഞാൻ അടുത്ത കാലത്ത് മജുഗോരി നിങ്ങൾക്ക് അറിയാമല്ലോ, ബോസ്നിയ ഹെർസഗോവിനയുള്ള സ്ഥലമാണ്. കഴിഞ്ഞ 43 വർഷമായിട്ട് എല്ലാ ദിവസവും മജുഗോരിയിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിനകത്ത് 3 പേർക്ക് ഇപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വെറുതെ കഴിഞ്ഞ ഏപ്രിലെങ്ങാണ്ട് പോയിരുന്നു. ജീസസ് യൂത്തുകാരെല്ലാം കൂടെ ഒരു 9 ഫാമിലി പോയി. അപ്പോൾ ആ വിസ ഉള്ളത് കൊണ്ട് 3 മാസത്തെ വിസ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഈ കഴിഞ്ഞ ജൂണിൽ പോയി. വെറുതെ ഒന്ന് പോയതാണ്. അവിടെ ഒരു 9 ദിവസം ചെന്നു. ഞങ്ങൾ 2-3 ദിവസം ചെന്ന് കഴിഞ്ഞപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു, അമ്മ അടുത്ത 9 ദിവസത്തിന് പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. ഒരു ദിവസമെങ്കിലും ഒന്ന് പ്രത്യക്ഷീകരണം കാണണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പ്രൈവറ്റ് അപ്പാറ്റേഷനാണ്. അതായത് അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അവിടെ ആയിരിക്കാം. ഇപ്പോൾ ഒരു വലിയൊരു കുന്നുണ്ട്, അതിൽ 10,000 പേരുണ്ട്, നമ്മളെല്ലാം ഇരിക്കുന്നു. അതിൻ്റെ ആ കൃപയും ഗ്രേസും വേറെ ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ അവിടെ വെച്ചിട്ട് ഒരു മിഷനൂടെ ആരംഭിക്കുന്ന പോലെ ഒരു കൃപ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മിഷനായിട്ട് നമ്മളൊരു പോളണ്ട് ഫാമിലിയിൽ പോയി. അപ്പോൾ അവരുടെ ടെസ്റ്റ് മണി കേട്ടു. നമ്മൾ ടെസ്റ്റ് മണി പറഞ്ഞു. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ കെറിഗ്മ മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. അതിൻ്റെ പുള്ളിക്കാരത്തിൻ്റെ വൈഫാണെന്നുകൊണ്ട് ഒത്തിരി ബ്രോക്കൺ, രണ്ടുപേരും ബ്രോക്കണാണ്. അപ്പന് ആൽക്കോളിസം ഒക്കെ ആയിട്ട് ആ പെണ്ണ് ഒത്തിരി ബ്രോക്കണാണ്. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും തമ്പുരാന് വേണ്ടി ജീവിക്കുകയാണ്. അപ്പോൾ അവരോട് കെറിഗ്മയൊക്കെ പറഞ്ഞ് അത് അപ്പനുമായിട്ട് പൊറുക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഒരു നല്ല ഒരു രീതിയിൽ കൂടി അങ്ങ് പോയി നിത്യസത്യങ്ങളെല്ലാം പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ പെട്ടെന്ന് പറഞ്ഞോട്ടെ, കാരണം ഈ ദൈവസ്നേഹത്തിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ പോവുകയാണ്. കാറിൽ കയറി. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് എടുക്കാൻ മറന്നു. ഞാൻ തിരിച്ചു കയറി, വീണ്ടും കാറിൽ കയറി. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, ഇവർ അഡിക്ഷനിൽ നിന്ന് റിക്കവർ ചെയ്തൊരു ഫാമിലിയാണ്. അപ്പോൾ അവിടെ വേറെ ഒരു അഡിക്ഷനിൽ നിന്ന് റിക്കവർ ചെയ്ത ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവരുണ്ടാക്കുന്ന ഒരു കൊന്തയുണ്ട്. അപ്പോൾ എനിക്കൊരു ബോധ്യം, ഈ കൊന്ത ഇവർ പവർ കയറി വന്നതല്ലേ, ശ്യാമ ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ സഹനങ്ങൾ വഴി കയറി വന്നൊരു കൊന്തയാണ്. ഇത് വെച്ച് പ്രാർത്ഥിച്ച ഒരു ഗുണം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ നേരെ പോയിട്ട് ഈ പോളണ്ടുകാരൻ ചേട്ടന് ഈ കൊന്ത കൊടുത്തു. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന വൈഫ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോകുന്ന ഒരു അർജന്റീനക്കാരൻ പയ്യനും. അവൻ എന്നോട് ചോദിച്ചു, നീ ആ വൈഫിനോട് എന്നാ പറഞ്ഞു, അവളെന്ന് കരയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഒന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. അന്ന് വൈകിട്ട് വീണ്ടും അവരെ ഞാൻ കാണുകയും അന്നേരം ആ വൈഫ് പറയുകയാണ്, ഇവരുടെ ഈ ഹസ്ബൻഡിൽ ഒരു കൊന്തയുണ്ട്. ഈ കൊന്ത ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ അവർക്ക് നൽകിയ കൊന്തയാണ്, അത് തിരിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഈ പറയുന്ന സമയത്തല്ലേ ഈ കൊന്ത ഇങ്ങനെ പിടിച്ചിട്ടാണ് പറയുന്നത്. ഈ വൈഫ് കൂടി ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ ആ ചേട്ടൻ ആ കൊന്ത എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കണം. ഈ ഒരൊറ്റ പ്രാർത്ഥനയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തോ ഒരു ഭയങ്കര വിശ്വാസമാണ് ആ കൊന്ത കിട്ടണമെന്നുള്ളത്. ഈ കൊന്തയാണ് ഞാനെന്തോ ചെറിയൊരു കാര്യം പോലെയാണ് കാറിൽ നിന്ന് ഇറങ്ങി ആ കൊന്ത കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ദൈവത്തിൻ്റെ സ്നേഹം ഡയറക്റ്റായിട്ട് അനുഭവിക്കുന്ന ഒരു വലിയ അനുഭവമായിരുന്നു. അത് കേട്ടതിന് ശേഷം എനിക്കും ഇങ്ങനെ ഞാൻ റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ പല കാര്യങ്ങളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. ദൈവം പല വ്യക്തികളെയും സ്നേഹിക്കുന്ന എങ്ങനെയാണ് എന്നുള്ളത് അവരുടെ ഒരു ചുറ്റുപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മൾ വ്യക്തിപരമായ ഏതവസ്ഥയിലും നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ എൻ്റെ ഇന്നലകളെ എല്ലാം അറിയുന്ന ദൈവമാണ്. എന്നെ ഇന്ന് അതുപോലെ അറിയുന്ന ദൈവമാണ്, നാളെ അറിയുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയ ഒരു ദൈവമാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ ചെറുപ്പത്തിലുള്ള വളരെ ഒരു തിക്തമായ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരിക്കലും ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം നീ എവിടെ ആയിരുന്നു ആ സമയത്ത്? അപ്പോൾ അവർ 2 പേരെ കാണിച്ചു. മൂന്നാമതിനെ കാണിച്ച് ദൈവമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ സമയത്തും എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് ദൈവം. ആ നാളെ
ദൈവം അറിയുന്നത് കൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിട്ട് ജെറമിയ 29:11 നമ്മളോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പൊ നമ്മളെക്കുറിച്ച്, നമ്മുടെ നാളുകളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇപ്പൊ ത്രശ്യാമ ചേച്ചിയുടെ ആ ടെസ്റ്റിമണിയൊക്കെ മൊത്തം ഓരോ നാളെയെ കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഓരോ വ്യക്തിയും ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ എല്ലാവരും, ഭൂമിയിൽ എല്ലാവരും ദൈവപിതാവിൻ്റെ മക്കൾ, സഹോദരരാകുകയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഭൂമി ഒരു പൊതുഭവനവുമായി മാറുന്നു. ഇതാണ് ഫ്രട്ടേലിയോ ട്യൂട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. അപ്പൊ ഇത് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഇത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. നമ്മളുടെ ദൈവസ്നേഹം അനുഭവിക്കുന്നതിലൂടെയാണ്. ഈ പെട്ടെന്ന് ഇപ്പൊ താഴെ ഒരു ബർത്ത്ഡേ പാർട്ടി എൻ്റെ കൂട്ടുകാരനെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു പ്രസന്റ് മേടിച്ച്, ഇച്ചിരി വലുതാണ്, അത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ പിള്ളേരോട് പറഞ്ഞു റാപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് സംശയം, ഇവർ തന്നെ ചെയ്യാൻ പാടാണ്. ഇപ്പോൾ ഞാനോട് പോന്നു. ഇപ്പോൾ ചെറിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു റാപ്പിംഗ് പേപ്പർ ചോദിച്ചപ്പോഴത്തേന് അപ്പോൾ വൈഫോട് പറഞ്ഞു, ഇത് വലിയ സാധനമാണല്ലോ, ഈ റാപ്പിംഗ് പേപ്പർ എങ്ങനെയാ? ഞാനത് റാപ്പ് ചെയ്യുമ്പോൾ ഈ റാപ്പിംഗ് പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് അതുപോലാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പം ഞാൻ അവളോട് പറയും, കണ്ടോ ദൈവം എന്ത് കാര്യമായിട്ടാണ് നമ്മളെ പരിപാലിക്കുന്നത്. ചെറിയൊരു കാരണം ദൈവത്തിനറിയാം ഇങ്ങനെ ഈ ഒരു സെഷനുണ്ട്, നാളെ ഒരു സെഷനുണ്ട്, എനിക്കധികം സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനില്ല. വളരെ സിമ്പിൾ കാര്യം. അപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിലാണ് ഇത് തുടങ്ങുന്നത്. ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവ്വശക്തിയോടും കൂടെ എന്നെ സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നുവെന്നുള്ള ഈ തിരിച്ചറിവിൽ നമ്മൾ ഓരോരുത്തരെയും ദൈവസ്നേഹത്തിൻ്റെ അമൂല്യമായ അനുഭവിക്കുവാൻ വേണ്ടി നമ്മുടെ പിതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി. താങ്ക് യു ജോജോ ബ്രദർ. വളരെ മനോഹരവും ഹൃദയസ്പർശിയുമായ പ്രസന്റേഷൻ ആയിരുന്നു. വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവത്തെ, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തെ വളരെ ഹൃദയസ്പർശിയായി അദ്ദേഹം നമുക്ക് പകർന്നു നൽകി. ഏവർക്കും ദൈവസ്നേഹ നിറവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് വൈൻഡപ്പ് സെഷനാണ്. അതിനായി നമ്മുടെ സ്വന്തം ആലീസ് ചേച്ചിയെ സ്നേഹ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോഫിയ. പ്രൈസ് ഗാഡ്. നമ്മള് ഇപ്പൊ ഇവരെല്ലാരും നമ്മൾ തുറക്കുമ്പോൾ സിസ്റ്റർ മേഴ്സിനെ പറഞ്ഞപ്പോഴും ത്രശ്യാമയുടെ ഷെയറിങ്ങിലൂടെയും ജോജോയുടെ പ്രസന്റേഷനിലൂടെയും പാട്ടിലൂടെയും എല്ലാത്തിലൂടെയും ദൈവം നമ്മളെ എല്ലാരെയും സ്നേഹിക്കുന്നെന്ന് വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളൊന്നും കൂടാതെ ദൈവത്തിന്റെ സർവ്വശക്തിയോടെ സ്നേഹിക്കുന്നുണ്ടെന്നും ഇതൊക്കെ നമ്മളെല്ലാവരും അനുഭവിച്ച് ശരിക്കും അങ്ങോട്ട് പങ്കുവെച്ച് അവസാനം ജോജോ പറഞ്ഞ പോലെ പ്രത്യേലി തൂത്തി ഇല്ലേ, സകലരും ദൈവ കുടുംബത്തിലെ ദൈവത്തിന്റെ മക്കള് പരസ്പരം സഹോദരനാണെന്നുള്ള തിരിച്ചറിവോടെ ആ അനുഭവത്തിൽ പറഞ്ഞില്ലേ കൊന്ത കൊടുത്തൊക്കെ ഇതൊക്കെ നമ്മുടെ ആ നമ്മളെയൊക്കെ ദൈവം സ്നേഹത്തിന്റെ പൂർണ്ണത, സ്നേഹം തന്നെ സ്നേഹത്തിന് പൂർണ്ണതയ്ക്ക് കൂടാനും കുറയാനും പറ്റുകയില്ല. അപ്പൊ പറയും ദൈവം ആരെയാ സ്നേഹിക്കുന്നതൊക്കെ ചോദിച്ചില്ലേ, നമ്മളെല്ലാരെയും ദൈവം കടൽ പോലെ കിടക്കുക. പക്ഷെ നമ്മൾ ചെന്ന് അത് എടുക്കുന്നത് സ്വീകരിക്കുന്നത് നമ്മുടെ റെസ്പോൺസ് അനുസരിച്ച് അതിന്റെ അനുഭവം പറഞ്ഞില്ലേ, നമ്മളിതൊക്കെ അനുഭവിച്ച് പങ്കുവെച്ച് അങ്ങനെ ആഘോഷമായിട്ട് ദൈവ കുടുംബമായിട്ട് ദൈവരാജ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രത്യുത്തരം ദൈവ മനുഷ്യ പങ്കാളിത്തം എന്നുള്ളൊരു പരിപാടിയുണ്ട്. നമ്മളത് എങ്ങനെ നമ്മളെ ആക്കുന്നോ അത്രയും ആഴത്തിൽ നമുക്ക് അനുഭവിച്ചറിയാനാണ്. അപ്പൊ ദൈവം ഒരുപോലെ എല്ലാവരെയും ദൈവത്തിന്റെ സർവ്വശക്തിയോടെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇത് എല്ലാവർക്കും ഒരുപോലെ അല്ല അനുഭവപ്പെടുന്നതെന്ന് നമുക്കറിയാം. ഇവരൊക്കെ പറഞ്ഞില്ലേ, ആ ആദ്യകാലത്ത് അനുഭവപ്പെട്ടതുപോലല്ല പിന്നെ ഓരോ അനുഭവങ്ങളിലൂടെ വന്ന് ഇനി ഇത് കൂടുതൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കും ഇതൊക്കെ ഇന്ന് കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ ഈ സ്നേഹം അനുഭവിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്
അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് അത് പതുക്കെ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഈ സ്നേഹാനുഭവം നമുക്കും കൂടും. ഈ ഒരാഴ്ച ഇപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടത്, ദൈവം സ്നേഹം തന്നെയായ ദൈവം, സ്നേഹത്തിന്റെ പൂർണ്ണതയായ ദൈവം നമ്മളെല്ലാരെയും, അപ്പൊ ഇവിടെ നമ്മൾ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഇതെല്ലാം നമ്മൾ വ്യക്തിപരമായിട്ടാണ്. എന്നെ സ്നേഹിക്കുന്നു, ഈ സ്നേഹം ഞാൻ അനുഭവിച്ച് പങ്കുവെച്ച് അങ്ങനെ ഈ ലോകത്തെ ദൈവരാജ്യമായിട്ട് വളർത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടത്. നമുക്കതിനൊന്ന് സഹകരിച്ചു കൊടുക്കാം, ഇല്ലേ? ഈ ആഴ്ച നിങ്ങൾ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ദൈവവചനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെത്തും, ഓരോ ദിവസത്തേക്കുള്ള വചനമൊക്കെ കണ്ടുപിടിക്കും, അതിനെ കുറിച്ച് റിഫ്ലക്ട് ചെയ്യും, അത് പങ്കുവെക്കും. സബ് ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട്, അവിടെ എല്ലാം ഇതിൽ ആഴപ്പെടുക. അതേസമയം നമ്മുടെ ഭാഗത്തു നിന്ന്, അതായത് ബ്ലോക്കുകൾ വല്ലതും വെച്ചുകൊണ്ടിരുന്നാല് അനുഭവിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ആരെങ്കിലും നമ്മുടെ സ്നേഹത്തിന്റെ പരിധി നമ്മൾ പുറത്താക്കി വെച്ചിട്ടുണ്ടോ എന്ന് ക്ഷമിക്കാനും ക്ഷമ സ്വീകരിക്കാനും ആവശ്യമുള്ള വല്ല വ്യക്തികളും ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ഈ ദിവസങ്ങളിൽ വേണമെങ്കിൽ അവരുടെയൊക്കെ ഒന്ന് പേരെഴുതുന്നത് നല്ലതാണ്. പേരെഴുതുമ്പോൾ ചുമ്മാ പേരെഴുതി ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയല്ല, ആ എഴുതുമ്പോ തന്നെ ദൈവമേ അവിടുത്തെ സ്നേഹം എന്നിലൂടെ ഈ വ്യക്തിയിലേക്ക് ഒഴുകട്ടെ, ഈ വ്യക്തി അങ്ങയുടെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയാൻ ഇടയാകണമേ, ഏതെങ്കിലും തരത്തിൽ ഞാൻ വേദനിക്കാൻ ഇടയായതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചിട്ട്, അവരോട് മാപ്പ് ചോദിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ച് അവരിലേക്ക് ആ സ്നേഹം ഒഴുകാനൊന്ന് അനുവദിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സ്നേഹം, പറഞ്ഞില്ല ജോജോ പറഞ്ഞില്ല, കൊന്ത കൊണ്ട് കൊടുത്തപ്പോഴേക്ക് ആ സ്ത്രീയുടെ കരച്ചില് അത് ജോജോയ്ക്കും ഭയങ്കര സന്തോഷമായി. ഇതുവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും കൊച്ചു കൊച്ചു കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലെ ആ സന്തോഷം ഇങ്ങനെ വളർത്തും. അപ്പൊ ഈ ആഴ്ച ക്ഷമിക്കാനുള്ളവരോടൊക്കെ ക്ഷമിക്കാനും, അതുപോലെ ആരെയെങ്കിലും നമ്മൾ വേദനിപ്പിച്ചത് കൊണ്ട് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, നമ്മളിൽ നിന്ന് അകൽച്ചയുള്ളവർ വല്ലവരും കാണും, നമ്മൾ അകറ്റി നിർത്തിയിരിക്കുന്നവരും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരും, അവരുടെ പേരും ഒന്ന് എഴുതിയിട്ട് ദൈവമേ അവിടുത്തെ സ്നേഹം എന്നിലൂടെ അവരിലേക്ക് ഒഴുകട്ടെന്നൊന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക, അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുക, നന്മ ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാനും ശരിക്കും സ്നേഹത്തിൽ വളരാനും സാധിക്കുക. ഈ ഒരാഴ്ച ഈ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം, നിത്യമായ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. ഈ അചഞ്ചലമായ വിശ്വസ്തതയും ഈ നിത്യമായ സ്നേഹവും ഒക്കെ നമുക്കൊന്ന് അനുഭവിച്ചു തുടങ്ങാനൊരാഴ്ചയാകട്ടെ. ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാര്യമൊക്കെ നമ്മൾ അടുത്ത ആഴ്ച പേർ കാണും. ഏതായാലും ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങുമ്പോൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ അളക്കപ്പെടും എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ക്ഷമിക്കുന്നത് പോലെ നമ്മളോട് ക്ഷമിക്കണമെന്നും 10,000 താഴ്ന്നതിന്റെ കഥയൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. അപ്പം നമ്മൾ എത്രമാത്രം ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയാൻ നമ്മളെ അനുവദിക്കുന്നു, എത്രമാത്രം നമ്മളിലൂടെ അത് മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ നമ്മൾ അനുവദിക്കുന്നു, അത്രയും അവർക്ക് അനുഭവപ്പെടും. അത് ഒന്ന്, അതേസമയം നമ്മുടെ ജീവിതവും ഈ സ്നേഹം കൊണ്ട് അങ്ങ് നിറയും. അപ്പൊ ഈ ഒരാഴ്ച ഈ ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിച്ച് നമ്മളിലൂടെ എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ ആഴ്ചത്തെ മുഴുവൻ അവസരങ്ങളും ഈ സ്നേഹം ഒഴുക്കാനുള്ള അവസരമാകണം. ഒഴുകാൻ സാധിക്കണമെങ്കിൽ അനുഭവിക്കാനാകണം. അനുഭവിക്കാനാകണമെങ്കിൽ നമ്മൾ തടസ്സങ്ങൾ, ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുകയില്ല, ഒന്നും വർക്ക് ചെയ്യുകയില്ല. അപ്പൊ ആ ഫ്യൂസൊക്കെ കിട്ടുന്ന ആഴ്ചയാണിത് കേട്ടോ. അപ്പൊ എല്ലാവരും പൊട്ടിക്കിടക്കുന്ന ഫ്യൂസുകളെല്ലാം ഒന്ന് നേരെയാക്കി, കണക്ഷൻസ് ഒക്കെ ഒന്ന് ശരിയാക്കി, ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞ് നമ്മളിലൂടെ എല്ലാവരിലേക്കും ഒഴുകാൻ അനുവദിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഭാഗത്തുനിന്ന് പതുക്കെ, നമ്മൾ ഒരടി വെക്കുമ്പോൾ ദൈവം 10 അടി 100 അടി ഇങ്ങോട്ട് വെക്കും. ദൈവം ഇങ്ങനെ കാത്തു നിൽക്കുക. ഇതാ ഞാൻ വാതുക്കെ ഒന്നുകൊണ്ട് മുട്ടുന്നൊക്കെയല്ലേ പറയുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിലൊന്ന് കയറി നമ്മളെ ആ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ കാത്തിരിക്കുക. അപ്പോഴും നമ്മൾ അനുവദിക്കാത്തത് കൊണ്ട് ഈ സ്നേഹം നമുക്ക് അത്ര ആഴത്തില് അനുഭവപ്പെടാതെ പോകുന്നത്. നമുക്ക് അനുഭവപ്പെടാൻ പോയില്ലെങ്കിൽ, അനുഭവപ്പെടാനായില്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുന്നിടത്ത് ആർക്കും അനുഭവിക്കാൻ പറ്റുകയില്ല. അതേസമയത്ത് നമ്മളൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിലൂടെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ഈ സ്നേഹം ഇങ്ങനെ പരന്നൊഴുകും. അങ്ങനെ വരുമ്പോഴാ ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ്,
നമ്മൾ എവിടെയാണോ നല്ലത്, കുടുംബത്തിലും ജോലി സാഹചര്യത്തിലും ജീവിതത്തിന്റെ ചുറ്റുപാടുകളിലും പള്ളിയിലും പ്രാർത്ഥന എവിടെയൊക്കെയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, അവിടെയെല്ലാം ഈ ഒരു വലിയ സ്നേഹത്തിന്റെ ചാലുകളായിട്ട് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞ് ഒഴുകുന്ന ഓരോ ദൈവസ്നേഹം ഇങ്ങനെ ഒഴുകി 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 പോകുന്നതിന് അനുവദിക്കുന്ന ഒരു റിസോഴ്സ് ആയിട്ട് നമ്മൾ പറയല്ലേ, വലിയ ടാങ്ക്. അതുകൊണ്ട് നിറഞ്ഞു നിന്നാലേ ഒഴുകുള്ളൂ. പിന്നെ ഈ ഒഴുകിയില്ലെങ്കിൽ അത് മുഴുവൻ ചീത്തയാകും. നമുക്കറിയാം ഇത് എങ്ങനെയെന്നറിയാവോ, ഈ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരിലേക്ക്, അതാ പറഞ്ഞ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ഈ സ്നേഹം നമ്മളിലൂടെ എല്ലാവരിലേക്കും ഒഴുകിയെത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മളെ ദൈവം സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമായി നമ്മൾ ജീവിക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ സ്നേഹം എല്ലാവർക്കും അനുഭവിക്കാൻ അവസരം കിട്ടാൻ വേണ്ടിയാണ്. നമ്മളിപ്പം ഏതെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എവിടെയെങ്കിലും ഒരു ചാനലിനെ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിന്റെ സ്നേഹം ഒഴുകി വരുന്ന മെയിൻ ആ ചാനൽ അങ്ങ് ബ്ലോക്കായി പോകും, അടഞ്ഞു പോകും. അപ്പൊ നമ്മളിതങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തുറന്നു വരും. ഈ ഒരാഴ്ച ആ രീതിയിൽ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞിട്ട് ദൈവത്തിന്റെ സ്നേഹം എല്ലാവരിലേക്കും ഒഴുകിയെത്താൻ, അങ്ങനെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യമെല്ലാം ഒരു ദൈവ കുടുംബമായി നമ്മൾ കൊന്ത കൊടുത്ത പോലെ എന്ത് സാധനവും നമുക്ക് കയ്യിലുള്ളത് എന്താണേലും ആവശ്യത്തിലിരിക്കുന്നവരുമായിട്ട് പങ്കുവെക്കാനും അവർക്ക് ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനും ഒരു അവസരമാകാനും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യുത്തരം ഒത്തിരി പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തോണേ. നമ്മൾ ഈ ഓരോ ആഴ്ചയും ഇപ്പൊ ഇന്ന് അതിന്റെ തുടക്കമാണ് നമ്മൾ കേട്ടത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അതിനോടുള്ള പ്രത്യുത്തരമാണ്. ഈ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് എല്ലാവരിലേക്കും ഒഴുകാൻ നമ്മൾ അനുവദിക്കുക. ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും നമുക്കാകുന്ന എല്ലാ നന്മകളും എല്ലാവർക്കും ചെയ്യാനും ഒക്കെ ഈ ആഴ്ചയിൽ ശ്രമിക്കാം. അടുത്ത ആഴ്ച എന്താ ചെയ്യേണ്ടത്? അടുത്ത ആഴ്ച നമ്മൾ കേൾക്കുന്ന വിഷയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യുത്തരിക്കുന്ന അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മൾ അവിടെ കൊണ്ട് പാത്രം വെച്ചാലല്ലേ അതറിയുള്ളൂ. വാട്ടർ പാത്രം വെച്ചാൽ അറിയില്ല ഒരിക്കലും. മൂടി വെച്ചിരിക്കുന്ന പാത്രമാണേലും അങ്ങനെ തന്നെ, പാത്രം കമത്തി വെച്ചാൽ അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ ജീവിതമാകുന്ന പാത്രം ദൈവസ്നേഹ പ്രവാഹത്തില് നമ്മൾ ശരിക്കും തുറന്ന് അതിന് ഓട്ടയൊന്നും ഇല്ലെന്ന് ഉറപ്പിക്കുക. അതാ ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം ഒഴുകാൻ നമുക്കൊക്കെ അങ്ങനെ അങ്ങോട്ട് അനുവദിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ഈ ഒരാഴ്ച ആ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച് പങ്കുവെക്കുന്ന ആഴ്ചയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത് കേട്ടോ, നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ. നമുക്ക് അങ്ങോട്ട് തുറക്കാം. ആമേൻ. താങ്ക് യു ആയിസ് കുട്ടി ചേച്ചി. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ലളിതമായി വളരെ സ്നേഹത്തോടെ എങ്ങനെ ദൈവസ്നേഹം സ്വീകരിക്കാം, എങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് ഒഴുക്കാം എന്ന് ചേച്ചി മനസ്സിലാക്കി തന്നു. നമ്മുടെ പ്രിയ ആലിസ് കുട്ടി ചേച്ചിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അടുത്തതായി പേട്രൻസ് മെസ്സേജ് ആണ്. അതിനായി മാർ അഭിവന്യ ജോയ് ആലപ്പാട്ട് പിതാവ് നമ്മോടൊപ്പമുണ്ട്. തന്റെ എല്ലാ ഔദ്യോഗിക തിരക്കുകളും മാറ്റിവെച്ച് പിതാവ് ഇല്ല കേട്ടോ, പിതാവ് ബിസിയാണ്. ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോ അനൗൺസ്മെന്റ്സ്. അനൗൺസ്മെന്റ്സ്. ഇതുവരെയും ഏതെങ്കിലും സബ് ഗ്രൂപ്പിൽ അംഗത്വം ലഭിക്കാത്തവർ അമേരിക്കയിൽ നിന്നുള്ളവർ 1-678-852-541 എന്ന നമ്പറിൽ സിമി റോബിനെ അറിയിക്കുക. ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഉള്ളവർ ക്ലീറ്റസ് പോളിനെ 90372-01651 എന്ന നമ്പറിൽ അറിയിക്കുക. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണോ അത്രമാത്രം ഈ കോഴ്സിന്റെ ഫലം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന കാര്യം ഓർക്കുമല്ലോ. ആരോ നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് നമ്പർ റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഉള്ളവർ ക്ലീറ്റസ് പോളിനെ
9037201651 എന്ന നമ്പറിൽ അറിയിക്കുക. അമേരിക്കയിൽ നിന്നുള്ളവർ സിമി റോബിനെ 1678852541 എന്ന നമ്പറിൽ അറിയിക്കുക. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണോ അത്രമാത്രം ഈ കോഴ്സിന്റെ ഫലം ആസ്വദിക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ. ഓൺലൈൻ കോഴ്സിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 32 ക്ലാസുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ഓഗസ്റ്റ് 18 മുതൽ 23 വരെ മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഓഗസ്റ്റ് മാസം 5 മുതൽ 10 വരെ രാവിലെ 9 മുതൽ 5:30 വരെ തൊടുപുഴ മുതലക്കോടം കൊറോന പള്ളിയിൽ വെച്ച് മിസിയോ ടീം നയിക്കുന്ന ഫുൾ മിസിയോ കോഴ്സ് കെറിഗ്മ നടത്തപ്പെടുന്നു. ആ പ്രദേശങ്ങളിലുള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പേഴ്സ് 9526038446 9605597650. മിസിയോ ഭവനിൽ 1-2 ദിവസം താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത് മിഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. അടുത്തത് സമാപന ആശീർവാദമാണ്. ആശീർവാദം നൽകുന്നതിനായി അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛൻ നമ്മോടൊപ്പമുണ്ട്. 13ാം ബാച്ചിലെ ഒരു സന്ദേശവേളയിൽ അച്ഛൻ നമ്മെ ഇങ്ങനെ പഠിപ്പിച്ചു: രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് പരസ്യ ജീവിതത്തിന്റെ ശക്തിയെന്ന്. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാധീനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വലിയ പാഠത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെ വളരെ സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് ഫുള്ളായിട്ട് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. എല്ലാവരുടെയും സന്ദേശങ്ങളും സാക്ഷ്യങ്ങളും ജോർജോയുടെ പ്രസന്റേഷനും എല്ലാം കേട്ടു. ആലിസൂട്ടി ചേച്ചിയുടെ അവസാനത്തെ സന്ദേശവും കേട്ടു. എല്ലാം നന്നായിരിക്കുന്നു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളാണെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിലെ 3-ാം അധ്യായം 1 മുതലുള്ള വാചകങ്ങളാണ്. ഈശോ ഏറ്റവും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാന്. ആ യോഹന്നാന്റെ വാക്കുകൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ലവ് ലെറ്ററാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയും, കർത്താവ് പിതാവായ ദൈവം 2 ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഒന്ന് വിശുദ്ധ ഗ്രന്ഥമാണ്, ഒന്ന് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും നമ്മളോട് പറയും ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. മരങ്ങളും കാടും മഴയും പുഴകളും എല്ലാം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുവാനായിട്ടാണ്. അപ്പൊ ആ ദൈവസ്നേഹം ഓരോ ദിവസവും പുതിയതാണ്, നവ്യമാണ്. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിലൂടെ കടന്നു വരുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ഓരോ ദിവസവും ദൈവത്തെ സ്നേഹിക്കാനായിട്ടുള്ള അവസരങ്ങൾ ദൈവം തരുന്നുണ്ട്. നമ്മളത് ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യത്തിലായാലും വ്യക്തിപരമായ സാഹചര്യത്തിലായാലും എല്ലാം. ഈ കഴിഞ്ഞ ദിവസം ആലിസൂട്ടി ചേച്ചി കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു സഹോദരിയായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞങ്ങൾ ഇന്നലെ തന്നെ ആ സഹോദരി ഒരു സ്ഥലത്ത് കൊണ്ടേ ആക്കുവാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ ഇവിടെ മിസിയോ ഭവനിൽ വന്നു. സഹോദരിയും കൂട്ടി ഞങ്ങൾ രാത്രി 10:30 ഞങ്ങളെല്ലാം തിരിച്ചെത്തി. അപ്പോൾ ആ യാത്രയിലെല്ലാം ഞങ്ങളിങ്ങനെ ആ ദൈവത്തിന്റെ ഓരോ കാര്യങ്ങളും, ദൈവം നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്നു, കാലാവസ്ഥ വഴി സംരക്ഷിച്ചു, മഴയില്ലാതെ സംരക്ഷിച്ചു. ഞങ്ങൾ എവിടെയെല്ലാം പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാനോ മറ്റൊന്ന് ഇറങ്ങിയപ്പോഴൊക്കെ മഴ പെയ്തു, അല്ലാത്തപ്പോഴൊന്നും മഴ പെയ്തില്ല. കാലാവസ്ഥ വളരെ മനോഹരമായിരുന്നു.
അങ്ങനെ നമ്മൾ ഓരോ തിരിച്ചു വന്നപ്പോൾ നമുക്ക് യാതൊരു ക്ഷീണവും ഇല്ലാതെ നമുക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ ഇതുപോലുള്ള ഒത്തിരി സ്നേഹത്തിന്റെ അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ദൈവം നമ്മളിലൂടെ നമുക്കായിട്ട് അത്ഭുതങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയും, നമുക്ക് സന്തോഷമുണ്ടാകും. അതുപോലെ തന്നെ നമുക്കത് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ശക്തിയും ലഭിക്കും. അപ്പോൾ പിന്നെ അലിസുട്ടി ചേച്ചിയൊക്കെ ഇത്രയും വർഷമായിട്ട് 80 വയസ്സിലും ഇന്നലെ മുഴുവൻ യാത്ര ചെയ്തിട്ട് ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇങ്ങനെ കാരണം എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയുമ്പോൾ നാം എല്ലാം മറന്നു പോകും. ദൈവത്തിന്റെ ശക്തി നമ്മളിൽ പ്രവഹിക്കും. ഈ ഒരു അനുഭവമാണ് എല്ലാവർക്കും നമുക്ക് ഉണ്ടാകേണ്ടത്. എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ആകുന്ന എല്ലാവർക്കും അതുണ്ടാകുന്നുണ്ട്. ലോകം മുഴുവനും അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പോൾ എത്രയോ മനുഷ്യരിലൂടെ എത്രയോ വ്യക്തികൾ നേരിട്ടിപ്പോൾ 176 പേരോളം ഇന്ന് ഈ പിന്നെ സന്ദേശത്തിൽ നമ്മൾ പങ്കുചേർന്നു. അവരിലൂടെയും ഇനിയും ഒത്തിരി പേര് ഇനിയും നമ്മളല്ല പിന്നെ ഇത് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും കൊച്ചു കൊച്ചു ജീവിതത്തിൽ ഈ ആഴ്ച തന്നെ നമ്മെ പിന്നെ അലിസുട്ടി ചേച്ചി പറഞ്ഞതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും ആരോടെങ്കിലും ക്ഷമിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കാം, പാത്രം തുറന്നു വയ്ക്കാം. ദൈവത്തിന്റെ സ്നേഹം കൂടുതലായിട്ട് വ്യക്തിപരമായിട്ട് അനുഭവിക്കാം. കാരണം ഈശോ നമ്മെ വ്യക്തിപരമായിട്ടാണ് സ്നേഹിക്കുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മളെപ്പോലെ വേറെ ആരും ഈ ലോകത്തില്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മൾ യുണീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ യുണീക്കായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അത് വലുതോ ചെറുതോ പിന്നെ വെളുപ്പോ കറുപ്പോ പിന്നെ പ്രായമോ ഏജിയോ എവിടെ ഉണ്ടാകുന്നുവോ ഒന്നും പ്രശ്നമല്ല, എല്ലായിടത്തും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമോ ഉയരവോ വീതിയോ ഒന്നും അളക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതിനേക്കാൾ എല്ലാം വലുതാണ്. നമ്മുടെ കൊച്ചു പിള്ളേർക്ക് നമ്മൾ പാട്ട് പറഞ്ഞു കൊടുക്കാറില്ലേ? ഗോഡ്സ് ലവ് ഈസ് സോ ഹൈ യു കോൺ ഗെറ്റ് ഓവർ ഇറ്റ്, സോ ഡീപ് യു കോൺ ഗോ അണ്ടർ ഇറ്റ്, സോ വൈഡ് യു കോൺ ഗോ എറൗണ്ട് ഇറ്റ്. ദൈവത്തിന്റെ സ്നേഹം ഇത് നമുക്ക് ഇനി ചുറ്റും പോകാനായിട്ട് പറ്റിയല്ല, അതിൻ്റെ അടിയിലേക്ക് പോകാനായിട്ട് പറ്റിയല്ല, അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റിയല്ല. അത്രമാത്രം പൂർണ്ണമായിട്ട് ഇരിക്കുന്ന ആ സ്നേഹത്തില് അതിൻ്റെ ഒരു കൊച്ചു കണിക നമുക്ക് അനുഭവിച്ചാൽ മാത്രം മതി. നമ്മുടെ ജീവിതം ധന്യമായി, നമ്മുടെ ആ ഒരു ജീവിതവും നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യവും ധന്യമായും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹവും സ്നേഹവും ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്നതോ അങ്ങ് തന്ന സ്നേഹം, അങ്ങ് തന്നതോ അങ്ങ് തന്ന നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന മോദത്തെ, അങ്ങ് തന്ന ദുഃഖത്തെ, അങ്ങ് തന്ന മോദത്തെ, അങ്ങ് തന്ന ദുഃഖത്തെ, നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ,
നന്ദി ദൈവമേ. നിത്യവും നിത്യവും നന്ദി ദൈവമേ. നിത്യവും നിത്യവും നന്ദി ദൈവമേ. താങ്ക് യു റൂബി, വളരെ നന്നായിരുന്നു. താങ്ക് യു. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പൊ എല്ലാവരുടെയും അനുവാദത്തോടെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു.